Hi, today is very special day for us because with the last video, by the last video we have discussed all the concepts of the chapter squares and square root, and today onwards we are going to start solving problems exercise by exercise. And one thing, this chapter is filled with many questions, but we are not going to focus to all questions. Why? Because നമ്മൾ കോൺസെപ്റ്റ് എല്ലാം വെൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കോൺസെപ്റ്റ് പഠിച്ചത് എങ്ങനെയാണ്, നമ്മൾ വളരെ ഒരു സ്റ്റോറി പോലെ കയറി വന്ന എല്ലാ കോൺസെപ്റ്റും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റും നിങ്ങൾ നന്നായി ഗ്രാസ്പ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ കഴിഞ്ഞ ലൈവ് മീറ്റിങ്ങിൽ എനിക്കത് മനസ്സിലായി. ഇത്ര കുട്ടികൾ നല്ലതുപോലെ ഗ്രാസ്പ് ചെയ്തിട്ടുണ്ട്, മിക്ക കുട്ടികളും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇനിയാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളത്. അപ്പം ഈ ചാപ്റ്ററിൽ ഈ പ്രോബ്ലം വെച്ച് കുത്തി നിറച്ചേക്കാണ്. കാരണം എന്തിനാണെന്നറിയോ, നിങ്ങളെ കോൺസെപ്റ്റ് പഠിപ്പിക്കാനാണ് ഈ ചാപ്റ്റർ ഇങ്ങനെ പ്രോബ്ലംസ് ഒരുപാട് ഫില്ല് ചെയ്തേക്കുന്നത് ഓരോ എക്സസൈസിലും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കോൺസെപ്റ്റ് മൊത്തം പഠിച്ചു. ഇനി നമുക്കതൊന്ന് പോളിഷ് ചെയ്തിട്ട് എടുക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുന്നില്ല. ബിക്കോസ് ഓഫ് ദ റീസൺ വി ഹാവ് ടു സേവ് ടൈം. സോ വാട്ട് ഐ ഡിഡ് ഈസ് ഐ ഹാവ് സെലക്റ്റഡ് 24 questions. How many questions? I have selected 24 questions from this chapter. If you are capable to solve this 24 question which I selected, then you are done എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ 24 ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 24 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. 24 ക്വസ്റ്റ്യൻസ് ഞാനിപ്പം സെലക്ട് ചെയ്യുമായിരുന്നു, എന്നിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. 24 ക്വസ്റ്റ്യൻ ഞാൻ ഓരോ എക്സസൈസിലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പം ഓരോ എക്സസൈസിൽ ഒരു 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മളതിലും ബുദ്ധിമുട്ടുള്ള ഏറ്റവും 2 ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്തത്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഹോംവർക്കായിട്ട് തരുന്നില്ല. താല്പര്യമുള്ള കുട്ടികൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. ഒരു സമയം കിട്ടുന്നതിനനുസരിച്ച് എക്സാമിന് വേണ്ടിയിട്ട് റീവൈസ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്താലും മതി. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ശനി ഞായറൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടാവും, സുഖമായിട്ട് ചെയ്യാം. പക്ഷേ ഒരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്യുന്നു, നമ്മൾ സെലക്ട് ചെയ്യുന്ന 24 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടിക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, കാരണം ഒരു എക്സസൈസിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ ഫോർമാറ്റിലായിരിക്കും. അതിൽ 2 difficult questions select ചെയ്ത് അങ്ങനെ. Okay, so I have selected 24 questions. Today onwards we are going to start solving the 24 questions. So shall we start with exercise 6.1? From exercise 6.1 only very few questions I have selected which I felt as important. Shall we? Yes. And I think by the next week we could complete this chapter. Just stay with me, do not skip the portion, because today only we are going to start solving problems. I told you ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു ശനി ഞായറൊക്കെ നിങ്ങൾ ഹോളിഡേ കിട്ടുമ്പോൾ അന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് വെക്കാം. ഒരു ന്യൂസ് പ്രിൻറ്റ് ട്രൈ ചെയ്താലും മതി. നോട്ട്ബുക്കിലോട്ടൊന്നും എഴുതണമെന്നൊന്നുമില്ല. കാരണം അതിനുള്ള ഫ്രീഡം നിങ്ങൾക്ക് തരുന്നു. പക്ഷേ പ്രാക്ടീസ് ചെയ്യണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ച്, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്തിനനുസരിച്ചൊക്കെ, പ്രിപ്പറേഷനുള്ള ചെയ്യുന്ന സമയത്തൊക്കെ ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കി നിങ്ങൾ മനസ്സിലായോ എന്നറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഓരോന്നെടുത്ത് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. അല്ലാണ്ട് ഹോംവർക്കായിട്ട് ഇന്ന ദിവസം സബ്മിറ്റ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, യു ഹാവ് ടു ഡിസൈൻ ദാറ്റ് ആസ് യുവർ വിഷ്. സോ ഷാൽ we are going to start from exercise 6.1. Stay with me, come with me. So we are going to start from exercise 6.1, and from this exercise 6.1, from the first question, so many sub questions are there, isn't it? 10 sub questions are there. So I'm going to solve the first sub question and second sub question. All other sub questions are just like that. So let us solve the first and 10th sub question. What will be the unit digit of the squares of the following number? And write this sentence question. Just below that you can write these 2 sub questions, 81 and this number. So we are going to solve only that questions. Okay, and see what is the meaning of the question. What will be the unit digit of the squares of the following number? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ 81നെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന ഡിജിറ്റ് ഏതായിരിക്കുമെന്ന്. അതായത് 81ൻ്റെ സ്ക്വയർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നമ്പർ കിട്ടുള്ളൂ, ഒരു വലിയ നമ്പർ കിട്ടും. 81ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 81 × 81. അത് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു നമ്പർ കിട്ടും. ആ നമ്പറിൻ്റെ അവസാനത്തെ നമ്പർ എത്രയായിരിക്കും? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഈ നമ്പർ 81, നമ്മുടെ ക്വസ്റ്റ്യൻ മീനിങ് എന്താണ്? 81ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു വലിയ നമ്പർ ആയിരിക്കും. അതിൻ്റെ അവസാനത്തെ നമ്പർ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. അപ്പോൾ ഈ എളുപ്പമാർഗ്ഗം എന്താണെന്നറിയോ? ഈ 81 എന്നുള്ള ഈ നമ്പർ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഈ 81 എത്രയുടെ അവസാനിക്കുന്നത്? 1 അല്ലേ?
81 അല്ല എത്രയിൽ അവസാനിക്കുന്നത് 1. ഇനി 1ൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ ഒക്കെ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ആലോചിച്ച് വെക്കുക. ഉദാഹരണത്തിന് 1 എന്ന് പറയുന്ന നമ്പർ 1ൽ അവസാനിക്കുന്നത്, അതിൻ്റെ സ്ക്വയർ എത്രയാണ്? 1 തന്നെയല്ലേ. ഇനി 1ൽ അവസാനിക്കുന്ന വേറെ നമ്പർ പറഞ്ഞു നിങ്ങൾ 11, 1ലല്ല അവസാനിക്കുന്നത്. 11ൻ്റെ സ്ക്വയർ എത്രയാണ്? 121. അപ്പോൾ 1ൽ അവസാനിക്കുന്ന കുറച്ച് നമ്പറുകൾ നിങ്ങൾ എടുക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് 1ൽ തന്നെയല്ലേ അവസാനിക്കുന്നത്, അതിൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ 1. അപ്പം അതായത് 1ൽ അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ എടുത്താൽ അത് എത്രയിൽ തന്നെ അവസാനിക്കുള്ളൂ? 1ൽ അവസാനിക്കുള്ളൂ. ഉദാഹരണത്തിന് ഇവിടെ നിന്ന് അത് ക്ലിയർ ആയിട്ടുണ്ടാവും. 11 എത്രയിൽ അവസാനിക്കുന്നത്? 1ലാണ്. 11 എത്രയിൽ അവസാനിക്കുന്നത്? 11 എന്ന് പറയുന്ന നമ്പർ എത്രയിൽ അവസാനിക്കുന്നത്? 1. അപ്പോൾ ആ 11ൻ്റെ സ്ക്വയർ എത്രയിൽ അവസാനിച്ചത്? 1. കാരണം എന്താ? ഒരു നമ്പർ 1ൽ അവസാനിച്ച് അതിൻ്റെ സ്ക്വയറും 1ൽ അവസാനിക്കുള്ളൂ. വേറെ എക്സാമ്പിൾ എടുക്കുക. 1ൽ അവസാനിക്കുന്ന വേറെ നമ്പറാണ് 21. 21ൻ്റെ സ്ക്വയർ എത്രയാണ്? 441 ആണ് എനിക്ക് തോന്നുന്നത്. അതായത് 21 എന്ന് പറയുന്ന നമ്പർ 1ൽ അവസാനിച്ചത്. അപ്പോൾ 21ൻ്റെ സ്ക്വയറും എത്രയിൽ അവസാനിച്ചത്? 1ൽ അവസാനിച്ചത്. അങ്ങനെ പല നമ്പേഴ്സിനും പ്രത്യേകത ഉണ്ട്. ഉദാഹരണത്തിന് 3ൽ ഒരു നമ്പർ അവസാനിച്ചു, അതിൻ്റെ സ്ക്വയർ എത്രയിൽ അവസാനിക്കുമെന്ന് അറിയോ? ഉദാഹരണത്തിന് 3 നമ്പർ തന്നെ ഒരു നമ്പർ എടുത്തോളൂ. കാരണം 3ൽ അവസാനിക്കുന്നതാണല്ലോ. അതിൻ്റെ സ്ക്വയർ എത്രയാണ്? 9. 1ൻ്റെ സ്ക്വയർ 1ൽ അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയറുകളൊക്കെ 1ൽ തന്നെ അവസാനിക്കും എന്ന് വിചാരിച്ച് 3ൽ അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയറൊക്കെ 3ൽ തന്നെ അവസാനിക്കുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം 3ൽ അവസാനിക്കുന്ന ഒരു നമ്പറാണ് 3. അതിൻ്റെ സ്ക്വയർ എടുത്തപ്പോൾ 9. അല്ല അവസാനിച്ച്. വേറെ നമ്പർ 13. 3ൽ അവസാനിക്കുന്നത്, അതിൻ്റെ സ്ക്വയർ എടുത്താൽ എത്രയാണ്? 169. 9ൽ അവസാനിച്ച്. അപ്പോൾ നമ്പേഴ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് ക്വസ്റ്റ്യൻ തരുന്നത് ഇങ്ങനെയാണ്. ഈ നമ്പറിൻ്റെ സ്ക്വയർ എത്രയിൽ അവസാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നമ്പർ അവസാനിക്കുന്ന എത്രയിലാണെന്ന് നോക്കുക. ഇവിടെ 1ലായിരുന്നു. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്ത് നോക്കുക. അപ്പോൾ 1ൽ തന്നെയാണ് അവസാനിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങൾക്ക് ഒരു നമ്പർ തന്നു എന്ന് വിചാരിച്ചു. ആ നമ്പർ 7ൽ എൻഡ് ചെയ്യുന്നത്, അതിൻ്റെ സ്ക്വയർ എത്രയാണ് എൻഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു 7 അവസാനിക്കുന്ന കുറച്ച് നമ്പേഴ്സ്, ചെറിയ നമ്പേഴ്സ് എടുക്കുക. 7, 17 ഒക്കെ. 7 സ്ക്വയർ എത്രയാണ്? 49. 17 സ്ക്വയർ എടുക്കുമ്പോൾ 9ൽ അവസാനിക്കുന്ന ഒരു നമ്പറാണ് കിട്ടുക. അതായത് ഒരു നമ്പർ 7ലാണ് അവസാനിക്കുന്നതെങ്കിൽ അതിൻ്റെ സ്ക്വയർ എത്രയിലാണ് അവസാനിക്കുക? 9. ഇനി വേറെ ഞാൻ ഇതിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് റൈറ്റ് സൈഡിൽ നിങ്ങളുടേതായ രീതിയിൽ നോട്ട് ചെയ്യണം. വെറുതെ ഞാൻ പല കുട്ടികളും നോട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. വെറുതെ ഇവിടെ ഞാൻ പറയുന്നത് എഴുതും, റൈറ്റ് സൈഡിൽ എന്തൊക്കെ കുത്തിക്കുറിക്കും, ഇവിടെ ആൻസർ എഴുതും, കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ നോട്ട് എന്ന് പറഞ്ഞ് എഴുതിക്കും. എന്താണ്? ഇഫ് എ നമ്പർ എൻഡ്സ് വിത്ത് 1 ഇറ്റ്സ് സ്ക്വയർ ഓൾസോ എൻഡ്സ് വിത്ത് 1 അല്ലേ? അതല്ല ഇപ്പോൾ നമ്മൾ ഈ 3 എക്സാമ്പിളിൽ നിന്ന് മനസ്സിലായ കാര്യമാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഈ എക്സാമ്പിൾ 3 എഴുതി വെക്കാം. ഇനി അടുത്തത് ഇഫ് എ നമ്പർ എൻഡ്സ് വിത്ത് 2 ഇറ്റ്സ് സ്ക്വയർ എൻഡ്സ് വിത്ത് എന്തായിരിക്കും? ഉദാഹരണത്തിന് 2ൽ അവസാനിക്കുന്ന കുറച്ച് നമ്പർ എളുപ്പമുള്ള പറ. 2 12. 2ൻ്റെ സ്ക്വയർ എത്ര? 4. 12ൻ്റെ സ്ക്വയർ എത്ര? 144 അല്ലേ? അതായത് ഒരു നമ്പർ 2ൽ അവസാനിച്ച് അതിൻ്റെ സ്ക്വയർ എത്രയിലാണ് അവസാനിക്കുക? 4ൽ അവസാനിക്കുക. മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ എന്താണ്? ഇഫ് എ നമ്പർ എൻഡ്സ് വിത്ത് 2 ഇറ്റ്സ് സ്ക്വയർ എൻഡ്സ് വിത്ത് 4. ഇനി അതങ്ങനെ. അപ്പോൾ 2-3 എഴുതിയാൽ മതി. 2-3 എഴുതിയാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് നിസ്സാരമായി കണ്ടുപിടിക്കാമല്ലോ. ഇനി ഇഫ് എ നമ്പർ എൻഡ്സ് വിത്ത് 8 ആണെങ്കിൽ ഇതിൻ്റെ ആൻസറിന് ഒരേ ഒരു ആൻസർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നോട്ട് എന്ന് പറഞ്ഞ് ഇത് എഴുതുക. കാരണം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പോസിബിലിറ്റിയും നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. ഇത് മസ്റ്റായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കാണണം, നോട്ട് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇഫ് എ നമ്പർ എൻഡ്സ് വിത്ത് 8 ആണെങ്കിലോ? 8ൽ അവസാനിക്കുന്ന കുറച്ച് നമ്പർ എടുക്കുക. 8 തന്നെ ഉണ്ട് അല്ലേ? 8ൽ അവസാനിക്കുന്ന ഒരു നമ്പറാണ് 8. 8ൻ്റെ സ്ക്വയർ എത്ര? 64. അപ്പോൾ 8ൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ സ്ക്വയർ എത്രയിൽ അവസാനിക്കുക? 4. വേറൊരു എക്സാമ്പിൾ നിങ്ങൾ എടുത്തോളൂ. 18. 18ൻ്റെ സ്ക്വയർ നിങ്ങൾ എഴുതി നോക്ക്. അതും 4ലായിരിക്കും അവസാനിക്കുക. അതായത് 8ൽ അവസാനിക്കുന്ന ഒരു നമ്പറും എൻഡ് ചെയ്യുന്ന എത്രയിലായിരിക്കും? 4ൽ തന്നെയായിരിക്കും. അതായത് 2ൽ അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയർ 4ൽ അവസാനിക്കുന്നത് പോലെ തന്നെ 8ൽ അവസാനിക്കുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയറും എത്രയിൽ തന്നെയാണ് അവസാനിക്കുക? 4ൽ തന്നെ. സോ ഇഫ് എ നമ്പർ എൻഡ്സ് വിത്ത് 8 ഇറ്റ്സ് സ്ക്വയർ എൻഡ്സ് വിത്ത് 4. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് റൂളുണ്ട്. സോ സിൻസ് ദെൻ ലെറ്റ് us ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. സിൻസ് 81. അപ്പോൾ എക്സാമിന് ഇതിൻ്റെ ആൻസറായിട്ട് ഈ ഒരു ഒറ്റ ലൈൻ എഴുതിയാൽ മതി. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഈ നോട്ട് എഴുതാൻ പറഞ്ഞത്. സിൻസ് 81 എൻഡ്സ് വിത്ത് 1 ഇറ്റ്സ് സ്ക്വയർ ഓൾസോ എൻഡ്സ് വിത്ത് 1. ഫിനിഷ്. ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ആയി. ഓക്കെ. ഇനി നമ്മൾ അടുത്ത സബ് ക്വസ്റ്റ്യൻ എടുത്തേക്കുന്നത് 55,555. 55,555. ദിസ് ഈസ് യുവർ നമ്പർ. ഇതിൻ്റെ സ്ക്വയർ എത്രയിൽ അവസാനിക്കുന്നത്? ഇത് അവസാനിക്കുന്ന ഈ നമ്പർ അവസാനിക്കുന്ന നമ്പർ ഏതാ? 5. സോ സിൻസ് ദിസ് നമ്പർ എൻഡ്സ് വിത്ത് 5 ഇറ്റ്സ് സ്ക്വയർ എൻഡ്സ് വിത്ത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതെന്തായിരിക്കുന്നത്? ഈ നമ്പർ എത്രയിൽ അവസാനിക്കുന്നത്? 5ൽ അവസാനിക്കുന്ന കുറച്ച് സിമ്പിളായിട്ടുള്ള നമ്പർ നിങ്ങൾ എടുത്തേ. 5, 15. അതിൻ്റെ സ്ക്വയറൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കി.
5 സ്ക്വയർ 25 15ൻ്റെ സ്ക്വയർ 225 എത്രയിൽ അവസാനിച്ച് 5ൽ തന്നെ. അതായത് സിൻസ് ദിസ് നമ്പർ എൻഡ്സ് വിത്ത് 5 ഇറ്റ് സ്ക്വയർ എൻഡ്സ് വിത്ത് 5. കാരണം ഈ എക്സാമ്പിളിൽ നിന്ന് നമുക്കത് മനസ്സിലായി. 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയറൊക്കെ 5ൽ തന്നെ അവസാനിക്കുക. എത്ര എളുപ്പമാണെന്ന് നോക്കുക. സോ ആൻസർ ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട്? 5. ഇഫ് യു ഹാവ് എനി ഡൗട്ട് see this answer. The unit digit of the square of the number will be 5. യൂണിറ്റ് ഡിജിറ്റ് എന്ന് വെച്ചാൽ n പ്ലേസിലുള്ള ഡിജിറ്റ് എന്നാണ് അർത്ഥം. You may understood, no? Okay. So this is the way of solving this kind of question. See, this is purely by applying logic. So you may understood that why Shipping Sir is only selected 24 questions. Because all questions, if you are capable to solve 2 questions from an exercise, all the remaining questions you can answer. That's why. You may understood, no? Okay. So while you are writing, you have to write with the proper steps and everything which I have mentioned in the right side should be there itself. You have to arrange your notes as you wish. You have freedom to arrange your notes. But most of the students, what they are doing, they are just completing notes by using 1 or 2 sentences. Not like that. You have to explain with a sufficient sentence in your own words. Okay. So let us, before going to the next question, let us write a note. Okay. So just give a side heading note. Through this note, what I am planning is, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കുറച്ച് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എനിക്ക് പറഞ്ഞു തരുമോ? കുറച്ച് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. Can you give me some example for perfect squares? What do you mean by perfect squares? Numbers having square root like 1, 4, then. Yes, very good. 9, then. Tell me. 16, then. 25, then. 36, then. 49. These all are perfect squares, then. 64, then 81, then 100, then 121 is a perfect square, then 144, then 169, etc. അല്ലേ? ഇതൊക്കെയാണ് പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ. സോ ലെറ്റ് us write like this. Consider few perfect squares. And these are the perfect squares which I have considered just now. ഓക്കെ. ഈ പെർഫെക്റ്റ് സ്ക്വയറൊക്കെ എന്തിലാണ് അവസാനിക്കുന്നതെന്ന് ഈ പെർഫെക്റ്റ് സ്ക്വയർ നമ്പറുകളുടെയൊക്കെ അവസാനത്തെ ഡിജിറ്റ് എന്താണെന്ന് നോക്കി. ഇവിടെ 1 ആണ്. സോ അതൊരു കോമൺ കൺക്ലൂഷനായിട്ട് നമ്മൾ എഴുതാൻ പോവാണ്. എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എൻഡ്സ് വിത്ത് ദ ഡിജിറ്റ്സ്. ഞാൻ എന്താ എഴുതാൻ പോകുന്നത്? പെർഫെക്റ്റ് സ്ക്വയറുകൾക്കൊക്കെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ അവസാനത്തെ ഡിജിറ്റ്സ് എപ്പോഴും എന്താകണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉദാഹരണത്തിന് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എൻഡ്സ് വിത്ത് ഏതൊക്കെയാണ്? 1ൽ അവസാനിക്കാം. കാരണം എന്താ? 1ൽ തന്നെയല്ലേ അവസാനിക്കുന്നത്. 4ൽ അവസാനിക്കാം. പിന്നെയോ 9ൽ അവസാനിക്കാം. പിന്നെയോ 6ൽ അവസാനിക്കാം. പിന്നെയോ ഇത് പെർഫെക്റ്റ് സ്ക്വയറാണ്. 5ൽ അവസാനിക്കുന്നത്. 5ൽ അവസാനിക്കാം. പിന്നെയോ 6 അത് ഓൾറെഡി നമ്മൾ എഴുതി. 9 അത് ഓൾറെഡി നമ്മൾ എഴുതി. 4 ഓൾറെഡി നമ്മൾ എഴുതി. 1 ഓൾറെഡി എഴുതി. 0ൽ അവസാനിക്കാം. പിന്നെ ഉള്ളതൊക്കെ വരുന്നതൊക്കെ റിപ്പീറ്റേഷൻ. ഈ എഴുതിയത് തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇൻ ജനറൽ വാട്ട് വി ക്യാൻ സേ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എൻഡ്സ് വിത്ത് 0, 1, 4, 5, 6 or 9. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിൻ്റെ പ്രത്യേകത ഇതിൽ അവസാനിക്കും. പെർഫെക്റ്റ് സ്ക്വയേഴ്സൊക്കെ ഇതിലേതെങ്കിലും ഒന്നിലായിരിക്കും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമ്പറൊക്കെ അവസാനിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു നമ്പർ ഇതിൽ അവസാനിച്ചു എന്ന് വിചാരിച്ച് പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഉദാഹരണത്തിന് 24 4ൽ അവസാനിക്കുന്നത്. 4ലല്ലേ അവസാനിക്കുക, എന്നാൽ പിന്നെ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാൻ പറ്റും? ഇല്ല, 24 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ പറയുന്നത് ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ അത് ഇതിലേതെങ്കിലും ഒന്നിൽ അവസാനിക്കും. ഇനി ഇതിലേതെങ്കിലും ഒന്നിൽ അവസാനിക്കുമെന്ന് വിചാരിച്ചിട്ട് അത് 100% പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്നുമില്ല. പക്ഷേ പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിൽ അവസാനിക്കും. ഓക്കെ. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷനായോ? ഉദാഹരണത്തിന് അതിൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞുതരാം. ലെറ്റ് മീ ടേക്ക് നെക്സ്റ്റ് പേജ്. സോ ഇത്ര എഴുതുക കേട്ടോ നിങ്ങൾ. അതായത് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാര്യം നിങ്ങൾ വേണമെങ്കിൽ മലയാളത്തിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയുമെങ്കിൽ അങ്ങനെ എഴുതി വെക്കാം. ഓക്കെ. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോട്ട് ചെയ്യണം. നിങ്ങളുടെ മനസ്സിലെങ്കിലും കുറിച്ചിട്ട് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് നമ്പേഴ്സൊക്കെ ഇപ്പോൾ പറഞ്ഞ നമ്പേഴ്സിലാണ് അവസാനിക്കുക. അതിൻ്റെ അർത്ഥം പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്തൊരു നമ്പറും ഇതിൽ അവസാനിക്കാം. പക്ഷേ ഒരിക്കലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ നമ്പറും ഈ പറഞ്ഞ നമ്പറുകളിലല്ലാതെ അവസാനിക്കില്ല. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത്
ഈ പറഞ്ഞ നമ്പർ ഇപ്പോൾ നമ്മൾ കുറച്ച് നമ്പേഴ്സ് എഴുതിയില്ലേ, കുറച്ച് ഈ പെർഫെക്റ്റ് സ്ക്വയർ ഒക്കെ ഇന്ന നമ്പറിൽ അവസാനിക്കും എന്ന് പറഞ്ഞിട്ട്, അതെ പെർഫെക്റ്റ് സ്ക്വയർ നമ്പറുകളൊക്കെ ഈ പറഞ്ഞ നമ്പറുകളിലായിരിക്കും അവസാനിക്കുക. അതിൻ്റെ അർത്ഥം പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പറും ഇതിൽ അവസാനിക്കാം, പക്ഷേ പെർഫെക്റ്റ് സ്ക്വയറുകൾ ഈ പറഞ്ഞ നമ്പറിലല്ലാതെ വേറെ എന്തിലെങ്കിലും ചെന്ന് അവസാനിക്കില്ല എന്നതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉദാഹരണത്തിന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, we are going to solve question number 2. I have selected this question. From question number 2 I have selected only one question, 1057. So no need to write this question. Let me give another questions to represent this question. കാരണം ഇത് ഒരുപാടുണ്ട്, പിന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇത് ഒരെണ്ണം ചെയ്താൽ ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ഒരെണ്ണം മാത്രം സെലക്ട് ചെയ്തത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി തോന്നിയ ക്വസ്റ്റ്യൻ എനിക്കിതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ക്വസ്റ്റ്യൻ തരാം, അതുപോലെ എഴുതിയാൽ മതി, ഇത് എഴുതണ്ട. ഓക്കെ, സോ റൈറ്റ് ദ ക്വസ്റ്റ്യൻ ആസ് check whether 1057 is a perfect square or not. Check whether 1057 is a perfect square or not. Check whether 1057 is a perfect square or not. അതായത് നമ്മുടെ എയിം എന്താ, 1057 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കണം. എങ്ങനെയൊക്കെ നോക്കാൻ നിങ്ങൾക്കറിയാം. ഈ ക്വസ്റ്റ്യൻ സപ്പോസ് ഈ ക്വസ്റ്റ്യൻ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കാം. എങ്ങനെയൊക്കെ നോക്കാൻ അറിയാം, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് പെയറിംഗ് ഉണ്ടോ എന്ന് നോക്കി നമുക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് നോക്കിക്കൂടെ, അങ്ങനെ നോക്കാം. പക്ഷേ ഇത് 1 മാർക്കിൻ്റെയാണ്. പ്രൈം ഫാക്ടറൈസേഷനൊക്കെ ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 മാർക്കെങ്കിലും ഉണ്ടെങ്കിലല്ലേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ 1 മാർക്കിൻ്റെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അറ്റൻഡ് ചെയ്യാമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. നിങ്ങൾക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ഉപയോഗിക്കട്ടെ, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. പക്ഷേ 1 മാർക്കിൻ്റെയൊക്കെ ആണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ കുറച്ച് സമയം വേണ്ടേ, അത്രയും സമയം പോലും വേണ്ട. ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ അത് 1 മാർക്കിൻ്റെ ആണെങ്കിൽ മാത്രമാണ് ഇനി പറയുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. 2 മാർക്കിൻ്റെ ആണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ 3 മാർക്കിൻ്റെ ആണെങ്കിൽ പ്രൈം ഫാക്ടറൈസേഷൻ തന്നെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ആണെങ്കിലും പ്രൈം ഫാക്ടറൈസേഷൻ. 1 മാർക്കിൻ്റെ ആണെങ്കിൽ മാത്രം ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ എഴുതുക. എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ നോട്ടിൽ എഴുതിയ കാര്യം എന്താണ്, എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഷുഡ് എൻഡ്സ് വിത്ത് വാട്ട് 0, 1, 4, 5, 6 or 9. A perfect square number should ends with one of the numbers of 0, 1, 4, 5, 6 or 9 എന്ന് എഴുതാം. എന്ന് വെച്ചാൽ എന്താ, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിലാണ് അവസാനിക്കുക. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് അത്, നമ്മൾ കുറേ പെർഫെക്റ്റ് സ്ക്വയർ നോക്കി അതിൻ്റെ അവസാനിക്കുന്നതൊക്കെ ഇതിലാണ്. പക്ഷേ ഈ പറഞ്ഞ നമ്പർ അവസാനിക്കുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നിലാണോ? അല്ലല്ലോ, അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ദാറ്റ് ഇംപ്ലൈസ് 1057 ഈസ് നോട്ട് എൻഡിങ് വിത്ത് എനി വൺ ഓഫ് ദ നമ്പേഴ്സ് എബോവ്. അതായത് ഈ പറഞ്ഞ നമ്പറിലൊന്നും അല്ല 1057 എൻഡ് ചെയ്യുന്നത്. ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരുന്നെങ്കിൽ അവ ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നിൽ എൻഡ് ചെയ്യുമായിരുന്നു. പക്ഷേ 1057 ഈസ് നോട്ട് എൻഡിങ് വിത്ത് എനി വൺ ഓഫ് ദ നമ്പർ മെൻഷൻ എബോവ്. ദാറ്റ് ഇംപ്ലൈസ് വാട്ട്, ദാറ്റ് ഇംപ്ലൈസ് 1057 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. Okay, so we understood that the number 1057 is not a perfect square because it ends with 7. But we know that whereas the perfect square number ends with what, 0, 1, 4, 5, 6 or 9. You may understood, no? Okay, very simple, no? So now we are going to solve question number 3. The squares of which of the following number would be an odd number? I have selected only one question, so I will give you question how to write. Right? Check whether square of 8204 is an odd number or not. This is your question. What is the meaning of the question? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വേറെ രീതി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ചെക്ക് വെദർ സ്ക്വയർ ഓഫ് 82004 ഈസ് ആൻ ഓഡ് നമ്പർ ഓർ നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തതിൻ്റെ അർത്ഥം, ഈ നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ, സ്ക്വയർ ഓഫ് ദിസ് നമ്പർ എന്ന് വെച്ചാൽ ഈ നമ്പറിൻ്റെ സ്ക്വയർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഈ നമ്പറിൻ്റെ സ്ക്വയർ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഡ് നമ്പർ ആയിരിക്കും, ഈവൻ നമ്പർ ആയിരിക്കും എന്ന്. അതെങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം എന്താ, ഉദാഹരണത്തിന് 2ൻ്റെ സ്ക്വയർ എന്താ 4, സ്ക്വയർ ഒരു ഈവൻ നമ്പർ അല്ലേ. ഈവൻ നമ്പർ എന്ന് വെച്ചാൽ ഓഡ് നമ്പർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. ഇനി എന്താണ് ഈവൻ നമ്പർ എന്ന് വെച്ചാൽ, ഈവൻ നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് എൻഡ്സ് വിത്ത് 0, 2, 4, 6, 8.
Odd numbers are the numbers ends with 1, 3, 5, 7, 9, etc. You may understand. So, about 2 into square 4 ആണ്. So, it's an even number. And what is the square of 3? What is the square of 3? 9. It's an odd number. What is square of 4? 16. It's an even number. അതായത് square of 4 ഒരു ഈവൻ നമ്പറാണ്. വാട്ട് ഈസ് സ്ക്വയർ ഓഫ് 5? 25. വാട്ട് ഈസ് സ്ക്വയർ ഓഫ് 5? 25. ഇറ്റ്സ് ആൻ ഓഡ് നമ്പർ. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ അത് ഓഡ് നമ്പർ ആയിരിക്കും, ഈവൻ നമ്പർ ആയിരിക്കും. അതാണ് ചോദ്യം. നിങ്ങൾക്ക് ഇതുപോലെ ഇത്ര എളുപ്പത്തിൽ ഇതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? സ്ക്വയറാ കാൽക്കുലേറ്റ് ചെയ്യേണ്ട പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. എന്താണെന്നറിയോ? സി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ ഈസ്, ഈ നമ്പർ എത്രയിലാണ് അവസാനിക്കുന്നത്? 4-ലല്ലേ അവസാനിക്കുന്നത്? ഈ നമ്പർ എത്രയിലാണ് അവസാനിക്കുന്നത്? 4-ൽ. സോ റൈറ്റ് ദാറ്റ് 8200 ends with 4 അല്ലേ? 8200 ends with 4. അതിന് എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. സോ its square ends with which number? Can you tell me that? ഈ നമ്പർ 4-ലാണ്, ഏതോ ഒരു നമ്പർ 4-ൽ അവസാനിക്കുന്നത്. അതായത് ഈ നമ്പർ 4-ൽ അവസാനിക്കുന്നെങ്കിൽ അതിൻ്റെ സ്ക്വയർ എത്രയിൽ അവസാനിക്കുന്നതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? 4-ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ എത്രയിൽ അവസാനിക്കുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? 4-ൽ അവസാനിക്കുന്ന കുറച്ച് സിമ്പിൾ നമ്പർ എടുക്കുക. 4, 14 ഒക്കെ. 4ൻ്റെ സ്ക്വയർ എത്രയിൽ അവസാനിക്കുന്നത് നോക്കി? 16. 14ൻ്റെ സ്ക്വയർ നിങ്ങൾ എഴുതി നോക്കി, അതും 6-ലാണ് അവസാനിക്കുക. അതായത് 4-ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയറൊക്കെ എത്രയിൽ അവസാനിക്കുക? 6-ൽ ആണ് അവസാനിക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം? അതെ. സോ സിൻസ് 8200 ends with 4, its square ends with what? 6. You might have understood, no? Yes. അപ്പം ഇതിൻ്റെ സ്ക്വയർ 6-ൽ അവസാനിക്കുന്നത്. അതായത് ഇതിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ നമ്പർ കിട്ടും, പക്ഷേ അവസാനിക്കുന്നത് എത്രയിലായിരിക്കും? 6-ൽ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. കാരണം എന്താ? ഇത് അവസാനിക്കുന്നത് 4-ൽ അവസാനിക്കുന്നതിൻ്റെ സ്ക്വയറൊക്കെ 6-ൽ അവസാനിക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പം 4-ൽ അവസാനിക്കുന്ന ഈ നമ്പറിൻ്റെ സ്ക്വയറും 6-ൽ അവസാനിക്കുക. അതായത് ഇതിൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്താൽ കുറേ വലിയൊരു നമ്പർ ആയിരിക്കും, പക്ഷേ അവസാനം എന്തായിരിക്കും? 6 ആയിരിക്കും. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു വലിയൊരു നമ്പർ അതിൻ്റെ അവസാനം 6 ആണെങ്കിൽ അത് ഈവൻ നമ്പർ ആയിപ്പോയില്ലേ? ഉദാഹരണത്തിന് വലിയൊരു 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു നമ്പർ അവസാനം 8 ആണെങ്കിൽ ഈവൻ നമ്പർ അല്ലേ? കാരണം ഇഫ് എ നമ്പർ എൻഡ്സ് വിത്ത് any one of the numbers of 0, 2, 4, 6, 8, it will be an even number. Since the square of 8200 ends with the digit 6, it might be an even number, no? Yes. So that implies square of 8200 is an even number because it is ending with the 6. Then the square calculate ചെയ്ത് കിട്ടുന്ന എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, അതിൻ്റെ അവസാനം 6 ആണ്. ഒരു നമ്പർ 6-ൽ അവസാനിക്കുന്നുണ്ടെങ്കിൽ അത് ഈവൻ നമ്പർ അല്ലേ? See answer for the question, even number. See. Find the square of the, so we are going to start exercise 6.2. I know that still few questions are waiting. So I came to tell you that അതിൽ കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഞാൻ ലീവ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസാണ്. എന്ന് വെച്ചാൽ നമുക്ക് 10th ഒരു ഉപകാരത്തിനും വരാത്ത കുറച്ച് ക്വസ്റ്റ്യൻസാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ഉപകാരത്തിന് പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. So this is the right time to start exercise 6.2. Just come with me. See, this is your question. Find the square of the following numbers. Exercise 6.2, first question. Find the square of the following number. That means 2 numbers are given. Okay. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയില്ല ഇന്ന് എന്തുകൊണ്ട് ബാക്കി ക്വസ്റ്റ്യൻ ലീവ് ചെയ്തു എന്ന്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുള്ളൂ. അത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങൾക്ക് 10th ഒരു കാര്യം ഞാൻ പ്രോമിസ് ചെയ്യുന്നു, നിങ്ങൾക്ക് 10th എത്തുമ്പോൾ ഇത് പഠിച്ചില്ലല്ലോ സാറ് ലീവ് ചെയ്ത ഭാഗത്തു നിന്നാണല്ലോ വന്നതെന്ന് നിങ്ങൾക്ക് എന്തായാലും തോന്നില്ല. ആവശ്യമുള്ളതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് 32 and 35. 2 questions I have selected. So you can write the question like this. Find squares of 32 and 35. Enough, no? Yes. So, let me write this question as find the squares of 32 and 35 by identity. We just write the question like this. Find squares of 32 and 35 by identity. ഉദാഹരണത്തിന് ഇപ്പോൾ ഫൈൻഡ് സ്ക്വയേഴ്സ് ഓഫ് 32 and 35 എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ 32ൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. എങ്ങനെ? 32 × 32 ചെയ്താൽ മതി. 35ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. 35 × 35 ചെയ്താൽ മതി. പക്ഷേ ബൈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇനി ഐഡൻറ്റിറ്റി ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വെറുതെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാമായിരുന്നു. ഐഡൻറ്റിറ്റി ഉപയോഗിക്കാൻ പോകുന്നത് ഐഡൻറ്റിറ്റി ഇതാണ്. വളരെ എളുപ്പമാണ്, പേടിക്കൊന്നും വേണ്ട. A plus B all square is equal to what? In 7th standard you might have learned this identity. A plus B all square is equal to A square plus 2AB plus B square.
a plus b whole square is equal to a square plus 2ab plus b square. So ഇത് ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതിയേക്കാം. ഇതൊക്കെ ഇവിടെ തന്നെ എഴുതിയാൽ മതി. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇതിൽ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ താഴെ എഴുതിയാൽ മതി. അതിനൊന്നും ഒരു സീനും ഇല്ല. ജസ്റ്റ് റൈറ്റ് നോട്ട് എനഫ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഈ ഐഡൻറ്റിറ്റി ഉപയോഗിച്ച് നിങ്ങൾക്ക് 2 + 3 ഹോൾ സ്ക്വയർ എന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. If it is a plus b whole square, you are supposed to write a square first, no? So a square first, no? So if it is 2 + 3 whole square, you have to write first what? 2 square. Then 2 into a into b. അതായത് ഈ എയും ബിയും അതിൻ്റെ കൂടെ 2ഉം 2 into a into b. അതായത് ഇവിടെ എന്ത് എഴുതണം? 2 into ഈ 2 അതുപോലെ ഈ 2 അതുപോലെ ഈ 2 അതുപോലെ. Then a into b. ഇവിടെ എയും ബിയും 2 into 2 ഉം 3 അല്ലേ? So 2 into 2 into 3 പ്ലസ് ബി സ്ക്വയർ. അടുത്തത് ബി സ്ക്വയർ വന്നേക്കുന്നത്. അതായത് ഇവിടുത്തെ എൻ്റെ സ്ക്വയർ, അതായത് ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ എൻ്റെ സ്ക്വയർ 3 സ്ക്വയർ. ഇങ്ങനെയല്ല എക്സ്പാൻഡ് ചെയ്യുക. സോ 2 സ്ക്വയർ ഈസ് 4 അല്ലേ? 2 സ്ക്വയർ 4 അല്ലേ? ഇനി 3 സ്ക്വയർ എത്രയാണ്? 9 ആണ്. ഉള്ളിൽ ഇടയ്ക്ക് എന്ത് വരും? 2 into 2 4 4 into 3 12. ഇത് മൊത്തം ആഡ് ചെയ്താൽ ആൻസർ കിട്ടി. 25 അല്ലേ? 25. So this is how we can expand by using this identity. So let us take we are supposed to calculate the square of 32 first. Okay, so let me do that. 32 square I have to do. Can I write this 32 square, or can I replace 32 square by 30 plus 2 whole square? Any problem? 32 square I supposed to calculate actually. So instead of 32, can I write 30 plus 2? Yes, why? Because 30 plus 2 is nothing but 32, no? So 32 square become 30 plus 2 whole square. എന്തുകൊണ്ട് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ട് സ്ക്വയർ ചെയ്തേ? കാരണം ഇവിടെ 32 എന്ന് പറഞ്ഞൊരു ചെറിയ നമ്പർ ആയിരുന്നു. ഈ 32ന് 30 plus 2 എന്ന് പറഞ്ഞാൽ വലിയൊരു സാധനമായി അല്ലേ? കുറച്ചും കൂടെ വലുതായില്ലേ? കാര്യം 32 എന്ന് പറയുന്നത് 30 plus 2 എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നാണ്. പക്ഷേ ഇവിടെ ചെറുത് എന്നിട്ട് സ്ക്വയർ ഇട്ടു. അത് അപ്പോൾ ബ്രാക്കറ്റ് ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ 32 എന്നുള്ളത് 30 plus 2 ആകുമ്പോൾ കുറച്ച് വലുതായി. അതുകൊണ്ട് ഞാൻ അതിനൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ ചെയ്തു. അതായത് ഈ മുകളിലുള്ള സ്ക്വയർ ഇതിന് രണ്ടിനും ബാധകമാണെന്ന് കാണിക്കാനാണത്. ഓക്കെ, നൗ ഇറ്റ് കെയിം ഇൻ വിച്ച് ഫോം? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. ഇതിപ്പോൾ സംതിങ് പ്ലസ് സംതിങ് ഹോൾ സ്ക്വയർ ഫോമിലായില്ലേ? അതായത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലായില്ലേ? ഇനി എ പ്ലസ് ബി ഹോൾ ഐഡൻറ്റി റൈറ്റ് സൈഡിൽ എഴുതാം. എന്നിട്ട് എന്താണ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ? എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇപ്പം ഒന്നും കൂടെ എടുത്ത് എഴുതാം. എന്നിട്ട് ഈ ഐഡൻറ്റി ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക. 30 plus 2 whole square ഐഡൻറ്റി ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്ത് എന്ത് വരും? 30 സ്ക്വയർ. കാരണം ആദ്യത്തെ ടൈം എ സ്ക്വയറാണ്. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 30 30 സ്ക്വയർ. രണ്ടാമത്തെ ടൈം 2ab ആണ്. അതായത് 2 into എയും ബി ഇവിടെ 30 into ആണ്. അപ്പോൾ 30 into 2 പ്ലസ് പിന്നെ മൂന്നാമത്തെ ടൈം ബി സ്ക്വയറാണ്. അതായത് ഇവിടെ ബി 2 ആണ്. അപ്പോൾ 2 സ്ക്വയർ. ഇന്ന് എക്സ്പാൻഡ് ചെയ്ത് 30 സ്ക്വയർ എത്ര? 900. ഞാൻ 32 സ്ക്വയർ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ എളുപ്പം? വളരെ എളുപ്പമാണ്. കാരണം എന്താ? 3ൻ്റെ സ്ക്വയർ 9 ആണ്. അപ്പോൾ 30ൻ്റെ സ്ക്വയർ 9 ഇട്ടിട്ട് 2 0. അതാണ് റൂള്. ഉദാഹരണത്തിന് 20ൻ്റെ സ്ക്വയർ എത്രയാണെന്നറിയോ? 400. എന്തുകൊണ്ടാണ്? 2ൻ്റെ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക 4. എന്നിട്ട് ഇവിടെ ഒരു 0 അല്ലേ? അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ 2 0 ഇടണം. അതാണ് റൂള്. ഉദാഹരണത്തിന് 300ൻ്റെ സ്ക്വയർ എത്രയാണ്? ദിസ് ഈസ് ജസ്റ്റ് ഫോർ ആൻ അഡീഷണൽ ഇൻഫർമേഷൻ. 3ൻ്റെ സ്ക്വയർ 9 ആണ്. ഇവിടെ 2 0 അല്ലേ? അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിൾ ഇടണം. 4 0 ഇടണം. അങ്ങനെയാണ് റൂള്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ 900 വന്നത്. പിന്നെ 2 into 30 60, 60 into 2 120 പ്ലസ് 2 സ്ക്വയർ എളുപ്പമാണ് 4. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എന്ത് വരും നമുക്ക്? 900 plus 120 1020 അല്ലേ വരിക? യെസ്. സോ 1020 plus 4 1024, no? യെസ്, 1024 is the answer. Any problem? 32 square is 1024. So by using this same method, you just calculate 35 square and do it as homework. Anyway, you will get the answer as 1000. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1225 എന്ന് കിട്ടും. 35ൻ്റെ സ്ക്വയർ 35 square will be 1225. Check your answer. Do it as homework. Don't forget to do it as homework. And this is the way of solving by using identity. No? Very simple, no? Yes. Now it's the time to focus about 4th question. See, find the square root of the following numbers by using prime factorization method. It's a very simple question for us because we know how to calculate the square root by using prime factorization. Which was the method? Prime factorize pair and take one number from each pair. So I have selected only 2 questions. This 4th sub question and 8th sub question. So you can write the question like this. But so you can write the question, find the square roots of the following number by prime factorization method. And first question we are going to focus is 4096. Shall we? Yes. Then how we can calculate the square root of 40? How we can calculate square root of 4096 by using prime factorization method? That's we are going to solve it out. So 4096 you have to write first. Okay. Then
tell me the least prime number. Tell me the least prime number which is divisible. Tell me the least prime number such that we can divide 4096. Yes, of course, 2. And in 4 how many 2? In 4 how many 2? അങ്ങനെയല്ലേ നോക്കുക. 4096 എഴുതി. ഏതുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 എഴുതി. കാരണം 2 ഒരു പ്രൈം നമ്പറാണ്. പ്രൈം നമ്പർ മാത്രമാണ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ 4ൽ എത്ര 2 ഉണ്ട്? 2 2s are 4. റിമൈൻഡർ ഒന്നുമില്ല. അപ്പോൾ അടുത്ത 0 ഇങ്ങോട്ട് ഇറക്കി എഴുതി. എന്നിട്ട് 9 നോക്കുക. 9ൽ എത്ര 2 ഉണ്ട്? 4 2s are 8. റിമൈൻഡർ എത്ര ഒന്ന് 1. ആ 1 6 കൂടെ 16. In 16 how many 2? 8. You may understood, no? Then again by 2. Here 1 2s are 2, 0, 2 2s are 4, 4 2s are 8. ഒരു സീനും ഇല്ല, പെട്ടെന്ന് കഴിഞ്ഞു. ദെൻ അഗെയിൻ 2. 1ൽ പോവോ? ഇല്ല. അപ്പോൾ 10 എടുക്കുക. ആദ്യത്തിൽ പോയില്ലെങ്കിൽ 0 ചേർക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിൽ എവിടെയെങ്കിലും ആണ് പോകാണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ 0 ചേർക്കുക. സോ 10 എടുക്കുക. 10 in 10 how many 2? 5 2s are 10. Then in 2 how many 2? 1. Then in 4 how many 2? 2. Again by 2. 5. In 5 how many 2? 2 2s are 4. Remainder 1. 1 കൂടെ 11. In 11 how many 2? 5 2s are 10. Remainder 1 6. You may understand, no? Then again by 2. In 2 how many 2? 1. In 5 how many 2? 2 2s are 4. In 5 how many 2? 2 2s are 4. Remainder is 1. 1 6 16. In 16 how many 2? 8. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. Then again 1 is not possible. Take 12. In 12 how many 2? 8. No, sorry. 6 2s are 12. In 8 how many 2? 4. Again by 2. So we will get 32. Let me write fast. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഹാഫ് എടുത്താൽ മതി കേട്ടോ. എപ്പോഴും അങ്ങനെ ഒരു ടെക്നിക്കും കൂടി ഉണ്ട്. 2 ആണെങ്കിൽ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, ഹാഫാണ് വരിക. 3 കൊണ്ടൊക്കെ ആണെങ്കിൽ മാറും കേട്ടോ. ഓക്കെ, യു ക്യാൻ സ്റ്റോപ്പ് ഹിയർ ബിക്കോസ് വി ഹാവ് റീച്ച്ഡ് ഇൻ എ പ്രൈം നമ്പർ. സോ 4096 how we can write 2. How many 2s are there? 1 2 3 4 5 6 7 8 9 10 11 12 2s. So 2 into 2 into 2 into 2. Okay, into 2 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 into 2. Okay, then it's the time to calculate square root of 4096. So pairing, first pair, second pair, third pair, fifth pair, sixth pair, 3 4 5, sorry, sixth pair. Then take one member from each pair. That means from this pair one number, 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 and last but not least from this pair again one number. So 2 into 2 4, 4 2s are 8, 8 2s are 16, 6 2s are 32, 32 into 2 is 64 is the number. Is the square root of 4096 by using prime factorization method. You might have understood, no? And now we have selected the next question as 9216. Now you can pause the video and do yourself. Pause the video and do yourself. Okay, pause. Please pause the button. Please press pause button and do yourself. ഓക്കെ, ഇപ്പം നിങ്ങൾ സ്വന്തം ചെയ്തെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇപ്പം നിങ്ങൾ നോക്കുക, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ വരിക. നിങ്ങൾ നിങ്ങളുടെ സൊല്യൂഷൻ ചെക്ക് ചെയ്യുക. ഇതാ 9216 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പം 2 വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കറിയാം ഇങ്ങനെ വന്ന് ഇതാ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഞാൻ ആൻസർ കാണിച്ചു തരുന്നത് നിങ്ങൾ സ്വന്തം ചെയ്തു അത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇത് നോക്കി എഴുതുന്ന പിള്ളേരുണ്ട്, എനിക്കറിയാം. ഇപ്പോൾ ചിലന്മാർ ഇത് നോക്കി എഴുതുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാൻ പറ്റും മക്കളെ, ആത്മാർത്ഥത ഇല്ലെങ്കിൽ ഇതാ യു അണ്ടർസ്റ്റാൻഡ്, നോ? ഓക്കെ, സോ നമുക്ക് എൻ്റെ ആൻസർ കിട്ടുക എത്രയാണ്? സ്ക്വയർ റൂട്ട് ഓഫ് 9216 വിൽ ബി വാട്ട്? 96 ആണ് ആൻസർ കിട്ടുക. ഓരോ പെയറിൽ നിന്നും ഓരോ നമ്പർ എടുത്ത് എഴുതുമ്പം കിട്ടുന്നുണ്ടോ? ഇങ്ങനെ 96 ആണ് ആൻസർ വരിക. ജസ്റ്റ് ചെക്ക് യുവർ ആൻസർ. ഓക്കെ, so just practice well, write notes and upload. So many important questions we have discussed now, but very interesting and very simple questions. All questions are very simple and very interesting too. So just practice each question twice and understand the method, and keep the amount of interest which you have maintained over March, just like that. Now I know that you have kept
such an interest towards mathematics. Please maintain that, because mathematics is such an interesting subject. So stay safe. Thank you.